ജില്ലാ വിഭജനം സംസ്ഥാനത്ത് ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. തിരുവനന്തപുരം ജില്ല വിഭജിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകൾ കൂട്ടിയോജിപ്പിച്ച് മറ്റൊരു ജില്ല എന്ന ആവശ്യവുമായി ഒരു സംഘടന അവരുടെ ആവശ്യം അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു തെക്കൻ മേഖലയിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ ഏറ്റവും അധികം ജില്ലാ വിഭജനം അല്ലെങ്കിൽ പുതിയ ജില്ല രൂപീകരണം എന്ന ആവശ്യം ശക്തമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മലബാറിലാണ്, പ്രത്യേകിച്ച് മലപ്പുറത്ത്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 45 ലക്ഷത്തോളം ജനങ്ങൾ മലപ്പുറത്തുണ്ട്. തിരുവനന്തപുരത്ത് 34 ഉള്ളൂ. അത്രയും അധികം ജനസംഖ്യയുള്ള മലപ്പുറത്തിന് ആവശ്യമായ വിഭവങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ലഭിക്കുന്നില്ല എന്നതാണ് ആക്ഷേപം. ഇപ്പൊ +1 സീറ്റ് വിഷയമാകട്ടെ, മറ്റ് കാര്യങ്ങളാകട്ടെ, ആ ഒരു ആവശ്യത്തിനായി മലപ്പുറം ജില്ല രണ്ടായി വിഭജിക്കണം, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ താലൂക്കുകളും കൂട്ടിച്ചേർത്ത് മറ്റൊരു ജില്ല രൂപീകരിക്കണം എന്ന ആവശ്യമൊക്കെ കാലങ്ങളായിട്ട് ഉയരുന്നുണ്ട്. അത് ഒരിക്കൽ MLA ആയിരുന്ന KN ഖാദർ തന്നെ ഇക്കാര്യം നിയമസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്തിനാണ് ഇത്തരത്തിലൊരു ജില്ല രൂപീകരണം, മറ്റൊരു ജില്ല രൂപീകരണം എന്ന ചോദ്യം ഉയരുന്നത്? ഈ ജനസംഖ്യാനുപാതികമായി വിഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. 14 ലക്ഷം ജനസംഖ്യയുള്ള വയനാട്ടിനും 45 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറത്തിനും സർക്കാരിന്റെ കണക്കിൽ അവരുടെ വിഭവങ്ങളുടെ വിതരണം ഒരേപോലെയാണ്. അപ്പോൾ പുതിയ ജില്ല രൂപീകരിച്ചാൽ മലപ്പുറത്ത് കാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത് തിരൂരും മലപ്പുറവും രണ്ടാക്കി മാറ്റണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ പാലക്കാടിന്റെ ചില ഭാഗങ്ങളും മലപ്പുറവും ചേർത്ത് പഴയ വള്ളുവനാടിന്റെ തരത്തിൽ ഒരു ജില്ല രൂപീകരണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ ജില്ലകൾ രൂപീകരിക്കപ്പെട്ടാൽ കൂടുതൽ വിഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തും, ഫണ്ടുകൾ എത്തും, പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാനാകും, അധികാര വികേന്ദ്രീകരണം കൂടുതൽ സാധ്യമാകും എന്നീ കാരണങ്ങളാണ് ഇതിനുവേണ്ടി വാദിക്കുന്നവർ വിശദമാക്കുന്നത്. എന്നാൽ ഇത്ര എളുപ്പമല്ല, പക്ഷെ സാധ്യവുമാണ്. എന്തുതന്നെയാണെങ്കിലും തിരുവനന്തപുരം ജില്ല വിഭജിച്ച് പുതിയ ഒരു ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം തെക്കൻ മേഖലയിൽ ശക്തമായിട്ട് ഉയരുമ്പോൾ തന്നെ ഇതിന്റെ ചൂട് പിടിച്ച് മലബാറിലും ഒരുപക്ഷെ ഈ ആവശ്യവുമായി സംഘടനകൾ ഉയർന്നു വന്നേക്കാം. നേരത്തെ തന്നെ ഇത്തരത്തിലൊരാവശ്യം +1 സീറ്റ് സമരകാലത്ത് സമസ്തയുടെ ഒരു നേതാവ് ഉന്നയിച്ചപ്പോൾ വലിയ വിമർശനങ്ങൾ അതിനെതിരെ ഉയർന്നിരുന്നു. പക്ഷേ ജനസംഖ്യാനുപാതികമായിട്ട് ഓരോ മേഖലയിലും വികസനം കൊണ്ടുവരണമെങ്കിൽ അതിന് തക്ക രീതിയിൽ താലൂക്കുകളുടെ രൂപീകരണവും ജില്ലകളുടെ രൂപീകരണം ആവശ്യമാണ് എന്ന കാര്യമാണ് ഇതിനു വേണ്ടി വാദിക്കുന്നവർ ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മലപ്പുറവും തിരൂരും ആയി മാറാം, അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ ചില താലൂക്കുകളും പാലക്കാട് ജില്ലയുടെ താലൂക്കുകളും കൂട്ടിച്ചേർത്ത് മറ്റൊരു ജില്ല രൂപീകരിക്കപ്പെട്ടേക്കാം. എന്നാണെങ്കിൽ ഈ ആവശ്യം വളരെ ശക്തമായിട്ട് ഉയരുകയാണ്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ സംഘടനകൾ ഇതേ ആവശ്യവുമായി രംഗത്ത് എത്തിയേക്കാം. ജനസംഖ്യാനുപാതികമായി വിഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തുവാൻ ഇത്തരത്തിൽ ഒരു വിഭജനം അല്ലെങ്കിൽ പുതിയ രൂപീകരണം വേണം എന്ന ആവശ്യമാണ് ഇവിടെ ഉയരുന്നത്. പക്ഷേ ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയരാൻ സാധ്യതയുള്ളത്. വിഭജനവാദം ഒരിക്കലും അത് മുൻപ് ഉയർന്നപ്പോഴൊക്കെ വലിയ വിമർശനമാണ് അതിനെതിരെ സംഘടനകളും ഭരണരംഗത്തുള്ളവരൊക്കെ ഉന്നയിച്ചിരുന്നത്. രാഷ്ട്രീയമായ പല കാരണങ്ങളും അതിനു പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം അംഗീകരിക്കപ്പെടും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് മലബാറിൽ പുതിയ ജില്ല അല്ലെങ്കിൽ പുതിയ ജില്ല രൂപീകരണം എന്ന ആവശ്യവുമായി ആരൊക്കെ രംഗത്തെത്തും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, News 18.